നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഈ സമയത്ത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വർണ്ണവില ഉയരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് നല്ല തീരുമാനമാണോ അല്ലയോ എന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഈ സമയത്ത് സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നത് ആകർഷകമായി തോന്നാം. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണോ എന്നും സംശയമുണ്ടാകാം. പല ആളുകളും സ്വർണം വാങ്ങാനായി ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പരിശോധിക്കാം. ആദ്യം ഗുണങ്ങളെ കുറിച്ച് തന്നെ നോക്കാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ കയ്യിൽ പണം കരുതേണ്ടതില്ല. വലിയ തുകയുടെ പർച്ചേസുകൾക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ്. റിവാർഡ് പോയിന്റുകൾ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക്. ചില ക്രെഡിറ്റ് കാർഡുകൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ റിവാർഡ് പോയിന്റുകളോ ക്യാഷ് ബാക്കുകളോ വാഗ്ദാനം ചെയ്യാറുണ്ട്. ഇത് ഒരു നേട്ടമായി കണക്കാക്കാം. EMI സൗകര്യം. പല ജ്വല്ലറികളിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ EMI സൗകര്യം നൽകുന്നു. വലിയ തുക ഒറ്റയടിക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സഹായമാകും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നതിന്റെ ദോഷങ്ങൾ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉയർന്ന പലിശ നിരക്ക്. ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. കൃത്യസമയത്ത് ബില്ലടച്ചില്ലെങ്കിൽ വലിയ തുക പലിശയായി നൽകേണ്ടി വരും. ഇത് സ്വർണത്തിൽ നിന്നുള്ള ലാഭത്തേക്കാൾ കൂടുതലായിരിക്കാം. കടക്കെണി. EMI സൗകര്യം ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ തിരിച്ചടവ് മുടങ്ങിയാൽ അത് വലിയ കടക്കണിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അധിക ചിലവുകൾ. ചില ജ്വല്ലറികൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ പ്രോസസ്സിംഗ് ഫീസോ മറ്റോ അധിക ചാർജുകളോ ഈടാക്കാൻ സാധ്യതയുണ്ട്. സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ. സ്വർണ്ണവില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ സ്വർണ്ണവില കുറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാം. കൂടാതെ പലിശ കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വർണത്തിനായി കൂടുതൽ തുക നൽകേണ്ടി വരും. ക്രെഡിറ്റ് കാർഡ് സൗകര്യപ്രദമാണെങ്കിലും സ്വർണം വാങ്ങാൻ അത് ഉപയോഗിക്കുന്നത് സാമ്പത്തികമായി അത്ര നല്ല തീരുമാനമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത്. നിങ്ങൾക്ക് സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും കടമെടുത്ത പണം ഉപയോഗിച്ച് നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നതാണ് എപ്പോഴും സുരക്ഷിതം. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾക്ക് കൃത്യസമയത്ത് ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. പലിശ നിരക്കുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് മാത്രം തീരുമാനമെടുക്കുക. സ്വർണം ഒരു നിക്ഷേപം എന്നതിലുപരി ആഭരണം എന്ന നിലയിലാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വാങ്ങുക. സ്വർണ്ണവില ഉയരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് ഒരു എളുപ്പ വഴിയായി തോന്നുമെങ്കിലും അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കുക. ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.